നമുക്ക് കോഴിക്കോട് വരെ ഒന്ന് പോയാലോ? ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് അതുൽ രാജ്. ദാണ്ട് ഇത് എൻ്റെ വൈഫ് പാർവതി. ഏകദേശം 5 വർഷം മുമ്പേ നിർത്തിയ ഒരു കുഞ്ഞു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു നമുക്ക്. അതൊന്ന് പൊടിതട്ടിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ദാ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവും. അവരുടെയൊക്കെ കല്യാണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സ്പെഷ്യലായിരിക്കും. അങ്ങനെ ഒരു കല്യാണം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തവണത്തെ കോഴിക്കോട് യാത്ര. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നായിരുന്നു നമ്മുടെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അധികം വൈകാതെ നമ്മുടെ ട്രെയിനും എത്തി. നമ്മുടെ നാടിൻ്റെ കാഴ്ചകളൊക്കെ നമ്മൾ ട്രെയിനിലിരുന്ന് ആസ്വദിച്ച് പോകാന്ന് പറയുന്നത് നമുക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. ഉച്ചയായപ്പോഴത്തേക്കും നല്ല വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് വാഴയിലിൽ പൊതിഞ്ഞ് കുറച്ച് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് വീണ്ടും പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഏകദേശം അരമണിക്കൂർ വൈകി ട്രെയിൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. സ്റ്റേഷന് പുറത്തിറങ്ങിയപ്പോഴത്തേക്കാണ് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിരുന്നത് നമ്മുടെ റെൻ്റേ കാർ അന്ന് നമ്മളെ കാത്ത് നിൽപ്പുണ്ടായിരുന്നത്. അങ്ങനെ അതും എടുത്തുകൊണ്ട് നമ്മൾ ഹോട്ടലിലേക്ക് തിരിച്ച് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു റൂമൊക്കെ ആയിരുന്നു. നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് അന്നുകൊണ്ട് നേരെ ഫോക്കസ് മാളിലോട്ട് വെച്ച് പിടിച്ച് കുറച്ച് നേരം മാളിലെ കാഴ്ചകളൊക്കെ കണ്ട് നല്ല വിഷം തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ നേരെ തിരിച്ച് ഹോട്ടലിലെത്തി. നല്ലൊരു ഡിന്നർ ബുഫേ നമുക്ക് വേണ്ടി കാത്തിരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അതുമൊക്കെ കഴിച്ച് ഇന്നത്തെ കാഴ്ചകളൊക്കെ വൈൻഡപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ നമ്മൾ കല്യാണം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മലപ്പുറത്ത് ചേളാരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് തിരിച്ച് ഓഡിറ്റോറിയത്തിൽ എത്തിയപ്പോഴത്തേക്കും അവിടെ ഒന്നും ആരും എത്തിയിട്ടില്ലായിരുന്നു. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ കല്യാണ ചെറുക്കനെത്തി. അതിന് തൊട്ട് പുറകിന് കല്യാണ പെണ്ണും എത്തി. കല്യാണമൊക്കെ വളരെ ഭംഗിയായിട്ട് ആഘോഷിച്ച് നല്ല അടിപൊളി ഒരു ബിരിയാണിയും കഴിച്ച് നമ്മൾ നേരെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ച് നമ്മൾ വൈകിട്ട് 4:30 വന്ദേ ഭാരത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വന്ദേ ഭാരതിലെ എൻ്റെ ആദ്യത്തെ യാത്രയായിരുന്നു. നമ്മൾ കയറിയപ്പോൾ തന്നെ കുറച്ച് സ്നാക്സ് ഒക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുത്തപ്പോഴത്തേക്കും ഒരു സൂപ്പൊക്കെ കൊണ്ടുവന്ന് തന്ന് അധികം വൈകാതെ തന്നെ നമ്മുടെ ഡിന്നറും കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. ഡിന്നർ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു, പക്ഷേ ബാക്കിയെല്ലാം അത്യാവശ്യം നല്ലത് തന്നെയായിരുന്നു. നമ്മുടെ യാത്രയും ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ നന്ദി.